പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് അവരത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. നമുക്കത് കാണാനുള്ള അല്ലെങ്കിൽ എന്താണ് അവർ അയച്ചതെന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ വളരെ വലുതാണ് അല്ലേ? എന്തായാലും അങ്ങനത്തെ മെസ്സേജുകൾ, ഇതുപോലെ ഡിലീറ്റ് മെസ്സേജുകൾ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ചിലപ്പോൾ APK ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതുവഴി നമ്മുടെ ഹാക്ക് ചെയ്യാനായിട്ടും ട്രാക്ക് ചെയ്യാനായിട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസുകൾ കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ ഫോണിൽ തന്നെ ഈ ഒരു ഡിലീറ്റ് മെസ്സേജുകൾ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സെറ്റിങ്സിൽ തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് മെസ്സേജുകൾ കണ്ടെത്താം. എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും അതുപോലെ തന്നെ എല്ലാം സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് വാട്സപ്പ് അപ്ഡേറ്റ് തരുന്നത്. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ സെർച്ചിങ് കാണാം. ചില ഫോണുകളിലൊക്കെ ഇതുപോലത്തെ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഫോണിൽ പുതിയ വേർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്നടിക്കുമ്പോൾ തന്നെ ഹിസ്റ്ററി എന്ന് ഇവിടെ കാണിക്കും. ചില ഫോണുകളിൽ ഇത് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്ന ആരോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നും ഡിസേബിൾ ചെയ്യാതിരിക്കുക. എനേബിൾ ആയിട്ടുള്ളത് എനേബിൾ ആയിട്ട് തന്നെ കൊടുക്കുക, ഡിസേബിൾ ആയിട്ടുള്ളതൊക്കെ ഡിസേബിൾ ആയിട്ട് തന്നെ നിൽക്കുക. ഏറ്റവും താഴെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇതുണ്ട്. ഇപ്പം വന്ന മെസ്സേജ് ഏറ്റവും ടോപ്പിൽ 12:36. നിങ്ങൾക്കിവിടെ ടൈം കാണാം 12:43. ഈ ടൈമിൽ നമുക്ക് വന്ന മെസ്സേജുകൾ ഇതിവിടെ താഴെ നമുക്ക് കണ്ടോ. ഇപ്പം വന്ന മെസ്സേജുകൾ ആദ്യത്തെ ആ ഫോൾഡറിൽ കാണാം. രണ്ടാമത് നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജുകൾ, ഇവിടെ ഡിലീറ്റ് മെസ്സേജുകൾ നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതുണ്ടോ, ഈ 55 നോട്ടിഫിക്കേഷൻസ് എന്നും പറഞ്ഞിട്ട് വാട്സപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. അത് ജസ്റ്റ് നമുക്കിത് കണ്ടോ, നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജുകളാണ്. ആ സെയിം അക്കൗണ്ടിൽ ഇത് കണ്ടോ 12 മിനിറ്റ് മുമ്പ് 13 മിനിറ്റ് മുമ്പൊക്കെ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളാണ്. ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് വ്യൂ ചെയ്തിട്ടില്ല. നമുക്ക് ഇതൊരു ഓപ്പൺ ചെയ്ത് വ്യൂ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിതുപോലെ ജസ്റ്റ് നോക്കി ഇതുപോലെ വ്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ 58 എണ്ണം, അതായത് ടോട്ടലി ഈ ആപ്ലിക്കേഷൻ്റെ ഇത് നമ്മൾ എനേബിൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ മെസ്സേജുകൾ വന്നാലാണ് ആ മെസ്സേജുകളാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഡിലീറ്റ് ആണോ, ഹലോ കണ്ടോ, കണ്ടോ. ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഫോട്ടോസും ഒക്കെ നമുക്ക് ഇതുപോലെ കാണാം. ഈ ഫോട്ടോസൊക്കെ ഇതുപോലെ നമുക്ക് ഈ മെസ്സേജ് ടൈപ്പിംഗ് മെസ്സേജുകളാണ് നമുക്ക് ഇതുപോലെ വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വന്ന മുഴുവൻ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളും എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇതുണ്ടോ, ഇവിടെ ഡിലീറ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കണ്ടോണം. ഇതിപ്പോൾ ഈ ഇവിടെ 13 മിനിറ്റ് 19 മിനിറ്റ് 21 മിനിറ്റ് 28 30 മിനിറ്റ് മുമ്പ് വരെയൊക്കെ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളാണ്. എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയിട്ടില്ല. വളരെ ക്ലിയർ ആയിട്ട് നമുക്കിത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഡിസ്പ്ലേയിൽ കൊള്ളുന്ന അത്തരം മെസ്സേജുകൾ നമുക്കിതുപോലെ വായിക്കാം. ഓരോ മെസ്സേജുകൾ, അതായത് ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു പേജായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണിക്കും. നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചിലപ്പം ചീത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും, തെറിയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കും, മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവരറിയണ്ട എന്നുള്ള കാര്യമാണല്ലോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് അയക്കുക. കാരണം ഇപ്പോൾ ഫോണിൽ ഇതുപോലൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും തീർച്ചയായിട്ടും വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം പോലും ഇല്ലാതെ അവരത് കണ്ടുപിടിക്കും.
പിന്നെ നിങ്ങൾക്ക് അയച്ച് കിട്ടിയവർക്ക് ഈ ഒരു ഡിലീറ്റ് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആ ഒരു മെസ്സേജ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ അതും കൂടെ നിങ്ങൾ ചാനലിലെ താഴെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, ആ ലൈക്കിൽ കൂടെയാണ് നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനമാകുന്നത്. അതുപോലെ തന്നെ ഈ ലൈക്ക് തരുമ്പോൾ നിങ്ങൾ നമ്മളെ ആ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.